വീടെങ്ങനെ കണ്ടുപിടിച്ച്? കൊറേ നേരം കൊണ്ട് ഞാൻ ഏരിയ കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ കനകമ്മച്ചമ്പയുടെ പേര് പറഞ്ഞപ്പോഴേ ഓട്ടോക്കാരൻ കണ്ടു കാണിച്ച്. മച്ചമ്പിക്ക് സുഖമാണോ മച്ചമ്പി? സുഖം തന്നെ. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കാര്യം പ്രവചിക്കാൻ പറ്റില്ല. കാര്യം തമാശക്കാ പറഞ്ഞെങ്കിലും അതിനകത്തൊരു കുത്ത് കിടപ്പുണ്ട്. എൻ്റെ ലില്ലിപ്പെണ്ണ് എൻ്റെ തല്ലിപ്പള്ളി പരിപാടി എല്ലാം ഞാൻ നിർത്തി. എല്ലാ ഞായറാഴ്ച മുടങ്ങാതെ പള്ളിയിൽ പോകും, വചനങ്ങൾ കേൾക്കും, മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും. അമ്മച്ച എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇവിടെ വന്നിട്ട് കനകമ്മച്ചപ്പയുടെ സ്വഭാവ സവിശേഷ ഗുണങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ഡീസൻ്റ് ആവാൻ വേണ്ടിയിട്ട്. വർക്ക്ഷോപ്പില്ലേ ഇപ്പോൾ? വർക്ക്ഷോപ്പ് കുഴപ്പമില്ലാതെ പോകുന്നു മച്ചമ്പി. ഇപ്പം ഡീസൻ്റ് ആയതുകൊണ്ട് പൊതുവേ പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെ നമ്മുടെ ക്ലീറ്റോ മച്ചമ്പി തങ്കം ചേച്ചി? മച്ചമ്പിയെ മച്ചമ്പിയെ അയ്യോ കനകമ്മച്ചമ്മി പേടിക്കണ്ട, എന്നെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല. ഗോഡ് പ്രോമിസ്. ചേട്ടാ ഞാനൊരു മച്ചമ്പി നീ എത്തിയ തങ്കം ചേട്ടത്തി സുഖമാണ്. ചേട്ടത്തി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് തുല്യോ കേട്ടിട്ടില്ല ചേട്ടത്തി അമ്മ എന്ന്. ഞാനിപ്പോ സ്ത്രീകളോട് വളരെ ബഹുമാനത്തോടെ സംസാരിക്കാറുള്ളൂ. ഒരു കോൾ വരുന്നു. ഹലോ ആര് ചീമനാന്നോടാ? അരെ ചിരിതിയോ? നീ നേരെ അവന്റെ വീട്ടിലോട്ട് അല്ലടാ. അവന്റെ ചേട്ടത്തി എന്ന് പറഞ്ഞൊരു ശൃംഗാരി ഇരിപ്പുണ്ട്, അവളെ വലിച്ചിങ്ങോട്ട് ഇറക്ക്. 4 കൊണം അങ്ങോട്ട് കൂടെ. ആരാ വലിക്ക് ചവിട്ട് കൊടു. റൊണാൾഡിന്റെ വർഷാപ്പിൽ കയറി പണിഞ്ഞിട്ട് അവൻ പോകുന്ന അവന്റെ കൃഷ്ണമണി ഞാൻ ചവിട്ടി പൊട്ടിക്കും. ആളാവ് കറക്റ്റായിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞോളും. ഓക്കെ? ഇതൊരു പഴയ കണക്കാ. വർക്ക്ഷോപ്പിൽ വന്ന് വണ്ടി പൊടിഞ്ഞോട്ട് പോയിട്ട് പൈസ തരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയല്ലേ മേടിക്കാൻ പറ്റൂ. പുതിയ കണക്കൊന്നും എടുക്കുന്നില്ല മച്ചമ്പി. കൊച്ചപ്പച്ചൻ എങ്ങനെയുണ്ട്? സമാധാനം, സുഖം. ഇപ്പൊ എല്ലാം മൊത്തത്തിൽ സമാധാനമാണല്ലോ. അമ്മച്ചി അപ്പച്ചനോട് അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇവിടെ വന്ന് കനകമ്മച്ചമ്പിയുടെ സ്വഭാവങ്ങളെല്ലാം കണ്ടുപിടിച്ച് നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ അല്ലേ? ആണ്. മൗനം സമ്മതമെന്നാണല്ലോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് നാളുണ്ട് ഇവിടെ. വണ്ടിയിൽ ഇരുന്നപ്പോ തൊട്ടേ വല്ലാത്ത ദാഹം. മോര് കാണും അടുക്കളെ? ആ ഉണ്ട്, ഞാൻ എടുക്കാം. കാണാവേ അളിയ അച്ചമ്പി അങ്ങോട്ട്. അയ്യോ എനിക്ക് സന്തോഷമായി. പോലീസുകാരെ അളിയാ നിനക്ക് കിട്ടിക്കണുണ്ടല്ലോ നല്ല 1ാം തരം എവർ റോളിംഗ് ട്രോഫിയാ. പൊളിച്ചളിയാ, എനിക്ക് സന്തോഷമായി. എവർ റോളിംഗ് ട്രോഫി ആർക്കും കൊടുക്കല്ലേ. ഒരാളീനെ എങ്ങനെയും കൂട്ടിലാക്കിയപ്പോൾ അടുത്തളി അങ്ങനെ പിടിച്ചിറങ്ങിയിരിക്കുക. ഇവനെ ഇന്ന് തന്നെ പാക്ക് ചെയ്യണം, അല്ല വേറെ മാർഗമില്ല ഏട്ടാ. ലില്ലിപ്പെണ്ണേ ഉപ്പ എവിടാ മോളെ ഇരിക്കുന്നേ? അതെ വരുവാ.